ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഫ് സെറോമ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി ബീഫ് മുഗളായിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ ബീഫൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതേപോലെ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ബീഫിലുള്ള വെള്ളം മാത്രം മതി ഇത് വേവാനായിട്ട്. അപ്പോൾ ഈ ബീഫിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും വെന്ത് കഴിയുമ്പോൾ. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോക്ക് വാട്ടറും കൂടി ഇതിലുണ്ട്. ഇതേപോലെ എല്ലോട് കൂടിയുള്ള ബീഫ് തന്നെ എടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ബീഫ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ ഇത് ഹാർഡായി പോവും. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതേ ഓയിലിൽ തന്നെ ഞാനിവിടെ 1/4 കപ്പ് ബദാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കറിയുടെ മുകളിൽ. ബദാം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 5 പച്ചമുളകും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു പാനിലേക്ക് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സൈസ് 3 സവാള ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. അതായത് 1/2 കപ്പ് തക്കാളിയാണിത്. തക്കാളി നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ബദാമും കൂടി ഇട്ട് കൊടുക്കാം. ബദാമിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ കറിയുടെ വെറൈറ്റി തന്നെ ബദാം ചേർക്കുന്നത് കൊണ്ടാണ്. ബദാം ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ല വെറൈറ്റി ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല വഴറ്റിയിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ ബീഫ് ഫ്രൈ ചെയ്തതിൽ നിന്ന് കുറച്ച് ഓയിൽ കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 25 ഗ്രാം ബട്ടറും ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുത്താൽ ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മസാല നന്നായിട്ട് ബട്ടറിൽ മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഒന്നുകൂടി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് ഇനി 3 പച്ചമുളകും കൂടി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട്
വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഇനി നമ്മുടെ ബീഫ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ബീഫിൻ്റെ സ്റ്റോക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ കറി നല്ല റിച്ച് ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് ചെറിയൊരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ് കിട്ടുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി ആരും സ്കിപ്പ് ചെയ്യരുത്. കസൂരി മേത്തി ഇതിൽ നിർബന്ധമാണ്, എന്നാലാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുക. കസൂരി മേത്തി ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റുമാണ്. ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ നിൽക്കുമ്പോൾ നല്ല റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന അതേ ഒരു മണം തന്നെ ഉണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ കറി നല്ല റിച്ച് തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബദാമും കൂടി ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മുകളിൽ ചൂടോടുകൂടി തന്നെ ഇതേപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഈ കറിയിലൊന്ന് ഇറങ്ങും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും ഈ കറിക്ക്. കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇതേപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് മുഗളായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.